ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാരി. സ്പർശ് വെൽനസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ അകാല നരയെയും മുടി കൊഴിച്ചിലിനെയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അഴകും ആരോഗ്യമുള്ള മുടികൾ നമ്മുടെ ആരോഗ്യത്തെയും ചെറുപ്പത്തെയും സൂചിപ്പിക്കുന്നു. മുടിയുടെ നിറവും അഴകും രീതിയുമൊക്കെ നമ്മുടെ രൂപവും ശാരീരിക ഭാഷയുമൊക്കെ മാറ്റുവാൻ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അകാല നരയെയും മുടി കൊഴിച്ചിലിനെയും ഒക്കെ പേടിക്കുന്നത്. വയസ്സാകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ മുടി നരയ്ക്കുന്നതിനെ കണക്കാക്കുന്നത്. സാധാരണയായി 40-ലും 50 വയസ്സുകളിലാണ് നര കണ്ടു തുടങ്ങുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇക്കാലത്ത് 20കളിൽ തന്നെ മുടി നരച്ചത് ആയിട്ട് കാണപ്പെടുന്നു. കോളേജ് സ്റ്റുഡൻസിലും ചെറുപ്പക്കാരിലും ഇത് കണ്ടുവരുന്നു. ആരോഗ്യകരമായ ജീവിതശൈലിയും വൃത്തിയായി മുടി സംരക്ഷിക്കുന്നതും നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുന്നതും വഴി അകാല നരയെ നമുക്ക് പതുക്കെ ആക്കാനും മാനേജ് ചെയ്യാനും സാധിക്കും. മെലാനിൻ എന്ന ഒരു പദാർത്ഥമാണ് നമ്മുടെ മുടിക്കും തൊലിക്കും നിറം കൊടുക്കുന്നത്. മനുഷ്യന്റെ ഹെയർ ഫോളിക്കിളിൽ 2 തരം മെലാനിൻ കാണപ്പെടുന്നു. യു മെലാനിൻ ആൻഡ് ഫീനോമെലാനിൻ എന്ന 2 ടൈപ്പ് മെലാനിനാണ് കാണപ്പെടുന്നത്. മുടിയുടെ നിറം വ്യത്യാസപ്പെടുന്നത് ഈ മെലാനിനുകളുടെ അളവും അനുപാതവും അനുസരിച്ചാണ്. യു മെലാനിൻ കറുപ്പ് മുതൽ ബ്രൗൺ വരെ നിറം തരുമ്പോൾ ഫീനോമെലാനിൻ ചുവപ്പ് മുതൽ യെല്ലോയിഷ് ബ്രൗൺ വരെ നിറങ്ങൾ തരുന്നു. ഈ മെലാനിൻ മെലാനോസോമിലുള്ള പിഎച്ചിന്റെയും സിസ്റ്റിന്റെയും അളവനുസരിച്ചായിരിക്കും. പിഎച്ച് കുറയുമ്പോൾ ആനുപാതികമായി തൈറോസിന്റെ ആക്ടിവിറ്റിയും കുറയുന്നു. ഇത് ഫീനോമെലാനിന്റെ അളവ് കൂട്ടുകയും ചുമപ്പോ ബ്രൗൺ കളറിലുള്ള മുടി ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇനിയും അകാല നര ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. കുടുംബ പാരമ്പര്യത്തിന് ഇതിൽ പ്രധാനമായ ഒരു പങ്കുണ്ട്. അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ നേരത്തെ നരയ്ക്കുന്ന ചരിത്രമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ മലിനീകരണം, പോഷകാംശക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവയും അകാല നര കൂട്ടാൻ സഹായിക്കും. ഈ കാരണങ്ങളെല്ലാം ചേർന്ന് മുടിക്ക് നിറം കൊടുക്കുന്ന മെലാനിൻ എന്ന പദാർത്ഥത്തിന്റെ ഉത്പാദനം കുറയ്ക്കുകയും മുടി നേരത്തെ തന്നെ നരയ്ക്കുകയും ചെയ്യുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ B12, B6, D, E, ഫോളേറ്റ്, വൈറ്റമിൻ B1, മിനറലുകളായ അയൺ, കോപ്പർ, അയഡിൻ, സിങ്ക്, ഫെറിറ്റിൻ, പ്രോട്ടീൻ എന്നിവയുടെ ഡെഫിഷ്യൻസി മെലാനിന്റെ ഉത്പാദനം കുറയ്ക്കുന്നു. ഇവയെല്ലാം ഹെയർ ഫോളിക്കിളിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. കോപ്പർ മെലാനിൻ ഉണ്ടാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ്. ഇത് അധികം ആരും ശ്രദ്ധിക്കാറില്ല. പലരും, പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളും പ്രോസസ്ഡ് ഫുഡ്, റിഫൈൻഡ് ഷുഗർ, കൊഴുപ്പ് കലർന്ന പദാർത്ഥങ്ങൾ എന്നിവ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ ഭക്ഷണം പോഷകാംശം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചിന്തിക്കുന്നില്ല. ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴും ഈ വൈറ്റമിനും മിനറലും ഒക്കെ ആവശ്യമായ അളവിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. ആഹാരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകളുടെ കുറവ് മുടിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുകയും ഫ്രീ റാഡിക്കൽസിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ഹെയർ റൂട്ടിന്റെ ബലം കുറയ്ക്കുകയും മുടിയിൽ കട്ടി കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ നരയുടെ സ്പീഡ് കൂട്ടുകയും ചെയ്യുന്നു. പോഷകസമ്പുഷ്ടമായ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മുടിയുടെ വളർച്ചയ്ക്ക്, അതിൻ്റെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അന്തരീക്ഷ മലിനീകരണമാണ്. അതികഠിനമായ ചൂട്, കാറ്റ്, അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്നിവ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് മുടി നരയ്ക്കാൻ കാരണമാകുന്നു. ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ അന്തരീക്ഷത്തിലുള്ള വിഷവസ്തുക്കളുമായി മുടിക്ക് കോണ്ടാക്ട് ഉണ്ടാവുകയും ഇതുമൂലം ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് വഴി ഫ്രീ റാഡിക്കൽസ് ഒരുപാട് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് ഹെയർ ഫോളിക്കിളിന്റെ മെലനോസൈറ്റിനെ ദുർബലപ്പെടുത്തുകയും മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ യുവാക്കൾക്ക് പഠിത്തം, ജോലി എന്നിവ നേടിയെടുക്കാനും മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനും ധാരാളം മെന്റൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു. ഇത് ധാരാളം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് ഈ ഹെയർ ഫോളിക്കിളിന്റെ പ്രവർത്തനത്തെ തടയുകയും ചെയ്യുന്നു. തലമുടി നരിക്കുന്നതിന്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യുന്നു. പുക വലിക്കുന്നതും ധാരാളം മധുരം കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുകയും മെലാനിന്റെ ഉൽപ്പാദനം തടയുകയും ചെയ്യുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അസുഖങ്ങളും മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. കണ്ണ്, മൂക്ക്, തൊലി, ലങ്സ് എന്നിവയിലുള്ള അലർജിയും നേരത്തെ തന്നെ മുടി നരയ്ക്കുന്നതിന് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മുടിയുടെ സൗന്ദര്യം കൂട്ടുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഷാംപൂ, ഹെയർ ഡൈ, ഹെയർ സ്റ്റൈൽ വരുത്താൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ ധാരാളം സൾഫേറ്റ്സും പ്രോബേനും സിലിക്കോണും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഈ കെമിക്കലുകൾ നമ്മുടെ തലയോട്ടിൽ ഉണ്ടാകുന്ന പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന
എണ്ണമയത്തെ ഇല്ലാതാക്കുകയും തലമുടിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹെയർ ഫോളിക്കിളിനെ നശിപ്പിക്കുകയും മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. വളരെ നേരത്തെ കെമിക്കലുകളുമായുള്ള സമ്പർക്കം തലയോട്ടിയുടെ pH ബാലൻസ് ഇല്ലാതാക്കുന്നു. ഇത് മുടിയുടെ കട്ടി ഇല്ലാതാക്കുകയും വളരെ വേഗത്തിൽ നര ഉണ്ടാകാൻ കാരണമാക്കുകയും ചെയ്യുന്നു. കൂടെ ഹീറ്റ് സ്റ്റൈലിംഗ് ടൂൾസ്, സ്ട്രെയിറ്റ്നേഴ്സ്, കേളിംഗ് അയൺസ് എന്നിവയുടെ ഉപയോഗം ഈ സ്ഥിതി വഷളാക്കുകയും മുടിയുടെ തണ്ടിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് മുടി പൊട്ടിപ്പോകാൻ ഇടയാവുകയും ചെയ്യുന്നു. കുറെ കൂടെ സൗന്ദര്യമുള്ള, അതായത് സിലിക്കോൺ, സൾഫേറ്റ്സ്, പ്രോബെയിൻ എന്നിവയില്ലാത്ത വസ്തുക്കൾ മുടിയുടെ ക്ലീനിങ്ങിന് ഉപയോഗിച്ചാൽ ഇത് തലമുടിയുടെ നാച്ചുറൽ ബാലൻസ് സംരക്ഷിക്കുകയും ഫോളിക്കിളിലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ആഹാരകാര്യങ്ങളിലുള്ള നിയന്ത്രണം വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ആഹാരം വൈറ്റമിൻസ് ആയ ബയോട്ടിൻ, B12, അയൺ, ഫെറിറ്റിൻ, കോപ്പർ ആൻഡ് സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളം കഴിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കും നര തടയാനും സഹായിക്കുന്നു. ഇലക്കറികൾ, മുരിങ്ങ, ചീര, ബ്രൊക്കോളി, നട്ട്സ്, സീഡ്സ്, പയർവർഗ്ഗങ്ങൾ, കൊഴുപ്പധികമില്ലാത്ത ഇറച്ചി എന്നിവ പോഷകാംശം ധാരാളം തരുന്നതാണ്. കോപ്പർ ഫിഗിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. കെരാറ്റിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മുട്ട, മാംസം തുടങ്ങിയ ഭക്ഷണങ്ങളും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളം കഴിക്കേണ്ടതാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശത്തിന് പ്രകാരം ആവശ്യത്തിനുള്ള സപ്ലിമെന്റ്സ് എടുക്കേണ്ടതാണ്. ബെറീസിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്ക പോലെയുള്ള പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഷുഗറിൻ്റെ ഉപയോഗം ധാരാളം ഷുഗർ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആയ മത്സ്യ എണ്ണ മുടിക്ക് വളരെ ശക്തിയും ബലവും നൽകുന്നു. അത് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. മുടിയുടെ ആരോഗ്യം കുറഞ്ഞെന്ന് തോന്നുകയും മുടി കൊഴിച്ചിലിൻ്റെ കൂടെ ക്ഷീണം, ഹൃദയമെടുപ്പ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ രക്തത്തിൽ ഫെറിറ്റിൻ്റെ അളവ് കുറവാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫെറിറ്റിനും മുടി അകാല നരയ്ക്ക് ഒരു കാരണമാണ് ഫെറിറ്റിൻ്റെ അളവ് കുറയുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യത്തിൻ്റെ കൂടെ മുടിയുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ എന്നിവ ചെയ്യാവുന്നതാണ്. 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കവും അത്യാവശ്യമാണ്. പുകവലിക്കുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നതിനാൽ അത് ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. പൊല്യൂഷൻ, അൾട്രാവയലറ്റ് റേസ് എന്നിവ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. മുടിക്ക് നാശം സംഭവിക്കാത്ത രീതിയിൽ നാച്ചുറൽ ഹെയർ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് മുടി വളർച്ചയ്ക്കും അകാല നര ഒഴിവാക്കുന്നതിന് നന്നായിരിക്കും. അഗാർ ഓയിൽ, ജോജി ബെറീസ് എന്നിവ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് മുടിയിൽ തേക്കുന്നത് മുടിയുടെ പൊഴിച്ചിൽ തടയാനും അകാല നര ഒഴിവാക്കാനും നല്ലതാണ്. അതുപോലെ നെല്ലിക്ക, ഭൃംഗരാജ്, ഹിബിസ്കസ്, റോസ്മേരി ഓയിൽ എന്നിവ പാരമ്പര്യമായ മുടി സംരക്ഷിക്കുന്നതിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത് മുടി സംരക്ഷണത്തിന് നല്ലതാണെന്ന് മോഡേൺ മെഡിസിനും അവകാശപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഡെഫിഷ്യൻസീസ് മനസ്സിലാക്കുകയും മുടിക്ക് നാശമുണ്ടാക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കുകയും ചെയ്താൽ നമ്മുടെ മുടി ആരോഗ്യമുള്ളതും ഭംഗിയുള്ളതുമായി സൂക്ഷിക്കാനും അകാല നരയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാൻ സാധിക്കും. താങ്ക് യു.